നമുക്ക് 3 ആരോഗ്യമന്ത്രിമാരുണ്ടായിരുന്നു. അതിനു മുമ്പ് ആരോഗ്യമന്ത്രിമാരുണ്ട്. ശങ്കരനൊക്കെ ആരോഗ്യമന്ത്രിയായിരുന്നു, VM സുധീരൻ ആരോഗ്യമന്ത്രി. അപ്പോൾ ഇത്രയും വിഷയങ്ങളില്ല, ഇത്രയും പകർച്ചവ്യാധികളില്ല, ഡെങ്കിപ്പനിയില്ല, കൊറോണയില്ല, കോവിഡില്ല, ഇത്രയും വിഷയങ്ങളില്ല. അതൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളാണ്. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളാണ്, ക്യാൻസറിൻ്റെയും അതുപോലെ തന്നെ ഈ വലിയ രോഗങ്ങളുടെ പ്രതിസന്ധിയുള്ള കാലമാണിപ്പോൾ. വലിയ പനികളൊക്കെ വരുന്ന, എലിപ്പനി, ഡെങ്കിപ്പനി, ആ പനി ഈ പനി എന്ന കാലമാണ്. അപ്പോഴാണ് ഹോസ്പിറ്റലിലേക്ക് വലിയ ഒഴുക്കാണ്. ഏത് ഹോസ്പിറ്റലിലെടുത്താലും വലിയ ഒഴുക്കാണ്. അങ്ങനെ നെയ്യാറ്റിക്കര ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ദിവസം ഒരാൾ പോയി, അദ്ദേഹം നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞിട്ടും ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ കാഷ്വാലിറ്റി കയറ്റിയില്ല, അദ്ദേഹം മരിച്ചുപോയി. ആരുത്തരം പറയും? എന്തായാലും ഒരു കാര്യത്തിൽ സമാധാനിക്കാം, ആ ജീവനക്കാരനെ പിരിച്ചുവിട്ടു. ആ ജീവനക്കാരൻ്റെ പാർട്ടി നോക്കാതെ പിരിച്ചുവിട്ടു. അതേസമയം വീണ ജോർജ് ആണെങ്കിൽ ആ ജീവനക്കാരന് പ്രൊമോഷൻ കൊടുത്തതിന്. ശൈല ടീച്ചറാണെങ്കിൽ ഉരുട്ടി അടിച്ചിട്ട് അയാളെ വീണ്ടും സംരക്ഷിച്ചേനെ. ഈ ഒരു വ്യത്യാസം മുരളീധരനിൽ നിന്ന് വരുന്നു. നടപടി ഉണ്ടാകുന്ന മന്ത്രിയാണ് മുരളീധരൻ. ഓരോ കാര്യങ്ങൾക്കും നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. കൃത്യമായ നടപടികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നടപടികൾ സ്വീകരിക്കുന്ന ഒരു മന്ത്രി നമുക്കുണ്ട്. നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചതിനുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പനി വാർഡ് മാറ്റി, ജനറൽ ഹോസ്പിറ്റൽ, എന്ത് പെട്ടെന്നാണ് ഇതൊക്കെ നടക്കുന്നത് അല്ലേ? എത്ര പെട്ടെന്ന് അദ്ദേഹം ചെയ്യുന്നത്. ജനറൽ ഹോസ്പിറ്റലിനെ മാറ്റി കരുണാകരൻ മെമ്മോറിയൽ മെഡിക്കൽ കോളേജ് ആക്കുന്നു. ഹരിപ്പാട് മെഡിക്കൽ കോളേജിനുള്ള എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. കൊല്ലം ESI മെഡിക്കൽ കോളേജ് ആക്കുള്ള എസൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് പോയി. എയിംസിനുള്ള 10 സ്ഥലം കൊടുത്തു, 5 ജില്ലകളിലായി. എത്ര വേഗത്തിലാണ് മുരളീധരൻ പ്രവർത്തിക്കുന്നത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ആരോഗ്യം എന്ന് പറയുന്നത് അദ്ദേഹം മാത്രം വിചാരിച്ചാൽ ഇരുന്ന ഒരു സംഭവമല്ല. അത് നമ്മുടെ പ്രകൃതിയുടെയും പരിസ്ഥിതിയുടെയും കാലാവസ്ഥയുടെയും മഴയുടെയും ജീവിതശൈലിയുടെയും വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെയും എല്ലാം കൂടി ചേരുന്നതിൻ്റെ ആകത്തുകയാണ് ആരോഗ്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷേ അദ്ദേഹത്തിന് ഒരു ആരോഗ്യ സാക്ഷരത തുടങ്ങി വയ്ക്കാം. താങ്കളുടെ നടപടികൾ വളരെ വളരെ വേഗത്തിൽ നടക്കുന്നു. ഡിസ്മിസ് ചെയ്താണ് വിട്ടിരിക്കുന്നത്, പിരിച്ചു വിട്ടിരിക്കുകയാണ്. അല്ലാതെ സസ്പെൻഡ് ചെയ്ത് നിർത്തി 4 ദിവസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 6 മാസം സസ്പെൻഷനിൽ നിർത്തി പാതി ശമ്പളവും കൊടുത്ത് കയറ്റി അതിനേക്കാൾ ഇരട്ടി അപകടം കാണിക്കാനല്ല താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നത്. താങ്കൾ പിരിച്ചു വിട്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ മാതൃകാപരമാണ്. താങ്കളുടെ പ്രവർത്തിക്ക് താങ്കൾക്കൊരു കയ്യടി ക്ലാപ്പ് തരേണ്ടതാണ്. കൃത്യമായി നിങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇത് വളരെ പ്രധാനമാണ്. നമുക്ക് ഈ കാര്യങ്ങളെ കാത്തിരുന്ന് കാണാം. എന്തായാലും മുരളീധരൻ, നിങ്ങൾ വേറിട്ട ആരോഗ്യമന്ത്രി തന്നെയാണ്. കാലം നിങ്ങളെ, ചരിത്രം നിങ്ങളെ രേഖപ്പെടുത്തും, ഒരു സംശയവുമില്ല.